നാടകം ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. ഫയലുകളൊക്കെ റെഡി എന്നടേ. വോയിസ് ഒന്ന് ടെസ്റ്റ് ചെയ്താണ്. ഫയലുകളൊക്കെ റെഡി തന്നെ. കനകാമ്പന്റെ ഫിനിഷിംഗ് ടച്ച് അത്രേ ഉള്ളൂ. ഇവിടത്തെ നേരത്തെ തീർന്നാൽ രണ്ടാമത്തെ കളി ഉടനെ എത്താൻ നമുക്ക്. ആൾമാറാട്ടം നടത്തിയൊരു കൊട്ടാരം മുഴുവൻ അലങ്കോലമാക്കിയിട്ട് ഇവിടെ വന്നിരുന്ന് നാടകം കളിക്കല്ലേ? പറഞ്ഞ കേശ് പോലും വാങ്ങാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെന്താ കുഴപ്പം? തന്നിഷ്ടം കാണിച്ചപ്പെടുന്നു നിന്റെ തലാൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ പാവൻ റാണിയെ തെലുങ്കന്മാരുടെ അവിടെ ചെന്ന് കൊലക്ക് കൊടുക്കാൻ പോവാ. ദേ, നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഇവനെ കാന്തൽ ലക്ഷ്മി രക്ഷിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. നാടകം ഉടനെ തന്നെ ആരംഭിക്കുന്നതല്ല. ഒരു ദിവസത്തേക്ക് ഞാൻ ശരിക്കും ഒന്ന് രാജാവായി നോക്കട്ടെ. വേണ്ട 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 നരസിംഹ, നരസിംഹ, നരസിംഹ വിടറാ കാന്തനെ. നമ്മുടെ കല്യാണം ഹരിചന്ദ്രവർമ്മയുടെ മുന്നിൽ വെച്ച് നടക്കുമെന്നാണ് വിധി. കണ്ടില്ലേ, സന്തോഷത്തോടെ വീൽ ചെയറിൽ ഇരിക്കുന്നത്. വേണ്ട 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 നരസിംഹ. അങ്ങ് പറഞ്ഞില്ലേ വരുമെന്ന്? കൊട്ടാരം തിയേറ്റേഴ്സിന്റെ കളി ഇന്നിവിടെയാ. സൂര്യനാരായണൻ നീളാൽ വാഴട്ടെ. പുതിയ വേഷം കെട്ടുകൊള്ളാം. ഇരിക്കാൻ സിംഹാസനം വേണ്ടേ? ഇത് വെറും വേഷം കെട്ടിലല്ല മോനെ, ഞാനിപ്പോ ശരിക്കും രാജാവാ. അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? പറഞ്ഞു കോട് വേതാളം. ഇപ്പൊ ഈ കൊട്ടാരവും റാണിയും സർവ്വ സ്വത്തുക്കളും എന്തറിഞ്ഞ് നീ വരെ ഇപ്പൊ നമ്മളെ കീഴിലാണ്. നീ ചോരകൾ ഉണ്ണണമെങ്കിൽ ഇനി ഈ വേഷം എന്തിനാണെന്ന് പറയാം. ഇത് വിധിയ. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടിയ ഒരു രാജാവിന്റെ വേഷം, സാക്ഷാൽ വിക്രമാദിത്യന്റെ. എങ്കിലും നിന്നെ കൈവയ്ക്കുന്നതിന് മുമ്പ് എനിക്കൊരാളോട് അനുവാദം ചോദിക്കാനുണ്ട്. ഓർമ്മ വെച്ച നാള് മുതല് അച്ഛാന്ന് വിളിച്ചത് ഈ നാടകക്കാരനെയാ. ഇപ്പൊ ഞാൻ അങ്ങേ വിളിക്കേണ്ടത് എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെയുള്ളവർക്കെല്ലാം അങ്ങ് ദൈവത്തെ പോലെയാ. ഇനി അവനിട്ട് രണ്ടെണ്ണം കൊടുത്തോട്ടെ. ഈ കൊട്ടാരനി നമുക്ക് തന്നെയാ.
ഒരാവശ്യമില്ലേ? അയ്യോ ആ തെലുങ്കത്തെ എനിക്ക് കെട്ടിച്ചേരുവളിയാ കാറ്റുകാലയ്യപ്പ. ഒന്ന് അവസാനിപ്പിക്കാൻ പറയുന്നത്. പിടിച്ചു കെട്ടവനെ. നിങ്ങളെ ജയിലിലെടുത്ത് ഞാനല്ല, എന്റെ നാനാകാരുമാണ്. എനിക്ക് വേണ്ട സ്വത്തും പണമൊന്നുമല്ല, കാഞ്ചനയാ, കാഞ്ചനയെ മാത്രം. സൂര്യ, കാഞ്ചന എനിക്ക് വിട്ടു തന്നൂടെ? സൂര്യ പ്ലീസ്. എല്ലാവരും എന്നോട് പൊറുക്കണം. രണ്ട് ദേശത്തിന്റെ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയാണ് സൂര്യനെ കൊണ്ട് കാഞ്ചനയെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ ഈ പാടെല്ലാം പെട്ടത്. പക്ഷെ അന്ത്യം ഞാൻ ആഗ്രഹിച്ചതല്ല. കാഞ്ചനയുടെ ജീവിതം ഇപ്പോഴും ഉണ്ട്. എനിക്കിനിയും ജീവിതമുണ്ട്, എന്റെ നാട്ടിൽ, എന്റെ അമ്മയുടെയും അച്ഛന്റെയും കൂടെ. ഇല്ല മോളെ, നിന്റെ നാട് ഇതാണ്. ഈ കൊട്ടാരമാണ് നിന്റെ വീട്. ഞങ്ങൾക്കാർക്കും ഒന്നും വേണ്ട. ഈ കൊട്ടാരത്തെ ഉറക്കി കിടത്തിയിട്ട് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സൂര്യനാരായണനുള്ള കൊട്ടാരം ഉണർന്നു തന്നെയിരിക്കും. കുറെ വർഷം സൂര്യന് വേണ്ടി കാത്തിരുന്നു എന്നല്ലാതെ ഒരു തെറ്റും ഞാൻ മകനോട് കാട്ടിയിട്ടില്ല. ഇത്രയും വർഷം ഒരാളെ കാത്തിരിക്കാൻ കഴിഞ്ഞ ഒരു പെണ്ണിന്റെ മനസ്സിന് അത് മറക്കാനും സാധിക്കും. ഞാനത് മറന്നു. ഞാൻ പോവട്ടെ. അമ്മാവനെ അനുവദിക്കണം. കാഞ്ചന മോള് എനിക്ക് അനന്തരവളാണ്. സൂര്യൻ എന്റെ മകനും. ആചാരപ്രകാരം പ്രായപൂർത്തിയായ ഒരു മകനുണ്ടെങ്കിൽ അധികാരം അവനായിരിക്കും. കാഞ്ചന ഇവിടുന്ന് പോണോ വേണ്ടെന്ന് സൂര്യൻ തീരുമാനിക്കട്ടെ. ഇവിടുത്തെ ഒരു മണ്ടരി പോലും റാണി ഇവിടുന്ന് പറഞ്ഞേക്കാൻ ആഗ്രഹിക്കില്ല. പിന്നെയല്ലേ ഇന്നലെ വന്ന് കയറിയ ഞാൻ. അധികാരം കൊണ്ട് പറയുന്നതല്ല, ആഗ്രഹമാണ്. കാഞ്ചന ഇവിടെ ജീവിക്കണം. നീയും പോണ്ട. എല്ലാവരുടെയും മനസ്സിലുള്ളത് കേട്ടില്ലേ? ഇവിടുന്ന് പോകരുത്. കാഞ്ചനയോട് എനിക്കൊരു കടം വീട്ടാനുണ്ട്. അതിന് എന്നെ അനുവദിക്കണം. പിന്നെ ഈ രാജാവും റാണിയൊക്കെ ആയിട്ട് വേഷം കെട്ടാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ജീവിതത്തിൽ ഞങ്ങൾക്ക് അതൊന്നും ചെയ്തില്ല. പുതിയൊരു നാടകം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നല്ലൊരു കഥ കിട്ടി, പേര് കിട്ടു. കാഞ്ചനലക്ഷ്മി. കാഞ്ചനലക്ഷ്മി എന്ന നാടകം കൊട്ടാരത്തിൽ കനകൻ അവതരിപ്പിച്ചു. നാടകത്തിലൂടെ തന്നെ നരസിംഹനെ വിവാഹം കഴിക്കാൻ കാഞ്ചനയോട് കനകൻ അഭ്യർത്ഥിച്ചു. എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കാഞ്ചന സമ്മതം മൂളി. അങ്ങനെ കനകൻ കാഞ്ചനയോടുള്ള കടം വീട്ടി. കൊട്ടാരത്തിൽ വീണ്ടും ഉത്സവമായി. ആർഭാടമായി നടന്ന കല്യാണത്തിന് ശേഷം കനകനും കുടുംബവും നാടക ലോകത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. പ്രിയതമേ ശകുന്തളേ